നമ്മുടെ കാശിന് വറുത്തല്ല, 1% പോലും വറുത്തല്ല ഈ സിനിമ. സുമതി വളവ് അടിപൊളിയായിരുന്നു. ഒരു ഹൊറർ ഫാന്റസി പ്രതീക്ഷ തന്നെയാണ് വരുന്നത്. പക്ഷെ അതിന് മേലെ അപ്പുറം ഡയറക്ടർ നമുക്ക് തന്നു. സ്ക്രിപ്റ്റ് അടിപൊളി. അഭിലാഷ്മയുടെ സ്ക്രിപ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ള സുമതി വളവ് എന്ന് പറഞ്ഞു. പക്ഷേ ആ സ്ക്രിപ്റ്റും എല്ലാവരുടെ പെർഫോമൻസും മ്യൂസിക്കാലും സിനിമാറ്റോഗ്രാഫിയാലും എല്ലാം ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും റിപ്പീറ്റഡ് വാച്ച് മൂവി എന്ന് പറയാം. ഈ സിനിമ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം, അപ്പോൾ സുമതി വളവ് ഇവിടുന്ന് നമ്മുടെ ആര്യങ്കാവ് മൈലും ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ആ സ്ഥലവും ഇതിൽ പറയുന്നതായിട്ടൊരു ബന്ധമൊന്നും തോന്നിയില്ല. പക്ഷെ പടം കൊള്ളാം, ഫസ്റ്റ് ഹാഫ് കൊള്ളാം. നമ്മൾ മാളികപ്പുറം പോലെ അങ്ങനെ തോന്നില്ല, ചുമ്മാ ഒരു ഇതായിട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളതേ ഉള്ളൂ. അതെ, നമ്മൾ സുമതി വളർന്നു പറഞ്ഞ നാട്ടിലൊരു കഥ, അത്ര തന്നെ. അല്ല വലിയ ഹെവി ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല. ഇന്റർവെല്ലിനെ തൊട്ടുമ്പോൾ ഒരു ചെറിയൊരു സീനുണ്ട്, അത്ര തന്നെയാണ്. അർജുൻ അശോകനൊക്കെ പറ്റിയ ക്യാരക്ടറൊന്നല്ല. അർജുൻ അശോകനൊക്കെ ഈവൻ അർജുൻ അശോകനേക്കാളും സൈജു കുറുപ്പ് അതിൽ ലീഡ് റോൾ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഇതായിപ്പോയനെ എന്ന് തോന്നുന്നു. ഫാന്റസി അല്ല, ഫാമിലി ആയിട്ടാണ്, ഫാമിലി ത്രില്ലിംഗ് ആയിട്ടാണ്. സോങ്സ് ഒരുപാട് സോങ്സ് ആവശ്യമില്ലാതെ ഒരുപാട് സോങ്സ് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത്രയും സോങ്സിന്റെ ആവശ്യമില്ലായിരുന്നു. പടം സൂപ്പറാ. പേടിക്കാൻ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. കേട്ടൊരു കഥ. പോയിട്ടുണ്ട്. പിന്നെ നൈറ്റ് പോയിട്ടുണ്ട്. സിനിമയായിട്ട് വന്നപ്പോൾ കൊള്ളാം, കണ്ടിരിക്കാം. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തു. കൊള്ളാം, കുഴപ്പമില്ല. അർജുൻ അശോകൻ്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ പ്രേതം ആ ഒരു രീതിയിൽ പോകേണ്ട ഇല്ല. വൺ ടൈം വാച്ചബിളാണ് സിനിമ. സുമതി വളവായിരുന്നോ? ഇച്ചിരിയുണ്ട്. പെർഫോമൻസ് അടിപൊളിയാണ്. അർജുൻ അശോകും ഗോകുലൊക്കെ നല്ല അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം കൂടെ ആണല്ലോ സുമതി വളവ്. അങ്ങോട്ട് പോയിട്ടൊക്കെ ഉണ്ടോ? പോയിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? മേക്കിംഗ് കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം അടിപൊളിയാണ്. പാട്ട് ഒരുപാടായിപ്പോയി എന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട്. പാട്ട് ലവ് സീൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാട്ട് ചെയ്തിട്ടുണ്ട്. പടം എനിക്കിഷ്ടപ്പെട്ടു. പേടിപ്പിക്കാനൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. ഇന്റർവെല്ലിന് കുറച്ച് മുമ്പേ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നായികമാരും കുഴപ്പമില്ല, പുതുമുഖങ്ങളാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഒന്നും ഒരു സ്റ്റഡിയും അവർ നടത്തിയിട്ടില്ല. പേര് മാത്രമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ എന്ത് കെട്ടുകഥയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിനോട് നമ്മളൊക്കെ പുലർത്തേണ്ട ഒരു മാന്യതയുണ്ട്. ആ മാന്യത ഇതിൻ്റെ റൈറ്ററോ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ മോശം. തീർച്ചയായിട്ടും അയാളുടെ മാളികപ്പുറമാണെങ്കിലും ഇതിനു മുമ്പേ സുരാജിനെ വെച്ച് എടുത്ത പടമാണെന്നുണ്ടെങ്കിലും നല്ല പ്രൂവ് ചെയ്ത റൈറ്ററാണ്. പക്ഷേ എന്തോ അദ്ദേഹത്തിന് സംഭവിച്ചു. കൊള്ളാം. ലോജിക് അല്ലല്ല, സുമതി വളവായിട്ട് പോയിട്ടില്ല. പക്ഷേ കേട്ടിട്ടുണ്ട്. അതിനെ ആ ഒരു റിലേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നമ്മൾ വലിയ ലോജിക്കൊന്നും നോക്കണ്ട, അല്ലാതെ കാണാം. ചെറിയൊരു ഫീലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അന്നെല്ലാം കൊള്ളാം. പിന്നെ ഒരു ലാസ്റ്റ് ഒരു വൈൻഡപ്പ് ചെയ്യുന്നതിനൊക്കെ ഒരു ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് കുഴപ്പമില്ല. എന്തായാലും ഒരു തുറക്കാനുള്ള ഒരു രീതിയിൽ എന്തെങ്കിലും കാണാൻ കൊള്ളാം. പെർഫോമൻസ് വൈസ് അശോകൻ്റെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഫൈനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. തന്നെ നമുക്ക് കണ്ടിരിക്കാം. ഒരു ഇത് ഈ ഒരു ടൈമിൽ ഇറങ്ങുന്നതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള മൂവിയല്ലേ. എന്നാലും സോങ്സ് എനിക്ക് അത് ആപ്റ്റായിട്ട് തോന്നിയില്ല. നമുക്കത് പലയിടത്തും അതൊരു കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാത്ത പോലെ തോന്നി. അത് നോക്കി ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതായിരിക്കും. പിന്നെ കഥ വൈസ് ഒരു വെറൈറ്റി ആയിട്ട് അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നായിക ഓക്കെയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള റോൾ അവർ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവർ ലുക്കും കാര്യങ്ങളും. അപ്പോൾ അതിൽ സത്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സുമതി വളവ് ഇവിടുന്ന് മാറ്റി എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ഭാഷയും എല്ലാ കാര്യങ്ങളും എറണാകുളത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇനി ഇവിടെയുള്ളവരൊന്നും സുമതി വളവിനെ കുറിച്ച് പേടിക്കേണ്ട, വേവലാതിപ്പെടേണ്ട. ഇനി അങ്ങോട്ട് പോകണം. അവിടെയുള്ള സംഭവങ്ങളാണ് ഇതാകുന്നത്. അതാണ് ഇത് വലിയ താങ്ക്സ്. ഇനിയിപ്പോൾ രാത്രിയൊക്കെ നമുക്ക് പേടിയൊന്നും ഇല്ലാതെ ഈ കെട്ടുകൾ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തൊരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആധികാരികമായിട്ട് പറയാനും പറ്റും. നമ്മൾ അതിൽ അങ്ങനത്തെ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ഉണ്ടോ എന്നുള്ളതല്ല. പക്ഷേ അവിടുത്തെ മനുഷ്യന്മാർ വിശ്വസിക്കുന്നുണ്ട്, ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ഇല്ല, കാരണം ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം മിക്കവാറും. പൈസ വാരി ഇറക്കാൻ ആൾക്കാർ അയാളുടെ പിറകിലുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം ഞാൻ വിചാരിച്ച പോലെയാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയത്. വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഒന്നുമില്ല,
ഇങ്ങനെ ഒരു പടം വരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ആ പേര്, കാരണം നമ്മളൊരു തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട്, കാരണം അത് നമ്മളോടൊക്കെ ചെയ്തിരിക്കുന്ന അതിനോടൊരു സ്ഥലം ഈ തിരുവനന്തപുരം വന്ന് പോയി കഴിഞ്ഞാൽ പലരും ചോദിക്കും സുമതി വളവിനെ കുറിച്ച് നമ്മളെ അടുത്തൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെ ഒരു കോമഡി വൽക്കരിച്ചു എന്ന് പറയുന്നതിൽ ഒരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരിക്കുന്നു. പോയി ആരും കാണൂല. ഇന്ന് തന്നെ ഓടും. പെർഫോമൻസ് സുരേഷ് ഗോപിയുടെ മകൻ്റെ കാര്യമാണ് എടുത്തു പറയേണ്ട. പുള്ളിയുടെ അസാധ്യമായിട്ടുള്ള പെർഫോമൻസ്. പിന്നെ ഇതിൻ്റെ റൈറ്ററൊക്കെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ സ്പോയിലറില്ല, എന്നാലും തൂങ്ങി മരിച്ചിരിക്കുന്ന ഒരു സീനൊക്കെ പുള്ളിയുടെ മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും. അപ്പോൾ പുതിയ ഇഷ്ടംപോലെ നടന്മാരും നടിമാരും ഉണ്ടല്ലോ. എല്ലാം അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാരക്ടേഴ്സ് അതിൽ എടുത്തു പറയേണ്ട. പിന്നെ അയാളും പ്രൂവ് ചെയ്ത സിദ്ധാർത്ഥ് ഭരതൻ, അദ്ദേഹത്തിൻ്റെ അത്യുഗ്രം പെർഫോമൻസാണ്. പിന്നെ അയാളുടെ പേരെനിക്ക് അത്ര അറിയത്തില്ല. ഒരു ആശാനായിട്ട് ഒരു റോൾ ചെയ്യുന്ന ഒരാളുണ്ട്. എന്തിനാണെന്നും ഏതിനാണെന്നും അറിഞ്ഞുകൂടാ. അവൻ്റെ ആ സീരിയലിലെ കൊച്ചിനെയൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ. പെർഫോമൻസ് എടുത്തു പറയത്തക്ക എനിക്ക് എല്ലാവരും ഗോകുൽ അടിപൊളി. കാര്യം പണ്ടത്തെ സുരേഷ് ഗോപി അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഗോകുലിനെ. പിന്നെ ക്ലൈമാക്സ് എൻഡ് വരുമ്പോഴത്തേക്കും അർജുൻ അശോകന്റെ പെർഫോമൻസും എല്ലാവരുടെയും അതായത് ഒരാളെ പോലും നമുക്ക് എടുത്തു പറയാനില്ല. എല്ലാവരും അടിപൊളിയായിരുന്നു. ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്തേക്കുന്നത്. മലയാളം സിനിമയിലെ ഒരു ബെസ്റ്റ് ഹൊറർ മൂവി ആയിട്ട് ഇത് സുമതി വളവ് എനിക്ക് പേഴ്സണലി പറയാൻ തോന്നുന്നു. അവർക്കൊന്നും വലിയ റോളൊന്നുമില്ല ഇതിനകത്ത്. വലിയ റോളൊന്നുമില്ല. ആദ്യം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരിക്കുന്നു. അതാണ് ഒരു സീരിയൽ ലെവലിൽ എന്ന് പറയുന്നത് പോലും അവരെ തരം താഴ്ത്തുന്ന രീതിയിലായിരിക്കും സീരിയൽ. അവരിപ്പോൾ നന്നായിട്ട് സിനിമയെക്കാളും നന്നായിട്ട് മേക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി പോലും മേക്കിങ്ങിൽ കുറേ ക്യാമറ വർക്കൊക്കെ അത്യാവശ്യം കൊള്ളാം, ലൊക്കേഷനും കൊള്ളാം. ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ